ഇപ്പോൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ വഴിപാടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് പലർക്കും അറിയില്ല. ഒരു സാധാരണ മലയാള വാക്കാണ്. അതായത് ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിത വഴി. നമ്മളിപ്പോൾ ഒരു കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ ഇങ്ങനെയൊക്കെ നമ്മൾ സമാധാനമായിട്ട് ജീവിച്ചു പോവുകയാണ്. ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ആ ജീവിത വഴിയിൽ നമുക്കൊരു കഷ്ടപ്പാടുണ്ടാവും, നമുക്കൊരു പ്രയാസം ഉണ്ടാവും, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, ഒരു യാതന ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ സാധാരണ വാക്കാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നമുക്ക് ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രോഗം വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡോക്ടർമാർ ഇന്നുണ്ട്. നമുക്കൊരു മാനസിക പ്രശ്നമുള്ളപ്പോൾ നമുക്ക് ചെന്ന് സമീപിക്കാൻ വേണ്ടിയിട്ട് മനഃശാസ്ത്രജ്ഞന്മാരുണ്ട്. പക്ഷേ പണ്ട് അതൊന്നുമില്ല. പണ്ട് മനുഷ്യരെ കൊണ്ട് ഒക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ പറ്റൂ എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണല്ലോ ചെയ്ത്. എൻ്റെ ജീവിത വഴിയിൽ ഇങ്ങനെ ഒരു കഷ്ടപ്പാട്, ഒരു പാട് എനിക്കുണ്ട്, എനിക്ക് ജീവിത വഴിയിൽ നേരെ ജീവിച്ചു പോകാൻ പറ്റുന്നില്ല, ഞാനൊരു പെടാപ്പാടിൽ, ഒരു കഷ്ടപ്പാടിൽ പെട്ടിരിക്കുകയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദേവന് മുമ്പിൽ ചെന്ന് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിലൊരു പൂജ അല്ലെങ്കിൽ ഒരു അർച്ചന സമർപ്പിക്കുകയാണ്. അതിനെയാണ് എൻ്റെ ജീവിത വഴിയിൽ ഒരു കഷ്ടപ്പാടുണ്ടാകുമ്പോൾ ദേവനെ ആശ്രയിക്കുന്നു. ആ ആശ്രയിച്ചുകൊണ്ട് എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ കൊടുക്കുന്നു. ദേവനത് പരിഹരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു.